ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാധാരണ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ചെയ്യാറ്. ഇതും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോ വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എനിക്ക് വന്ന ഒരു വാട്സാപ്പ് മെസ്സേജാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഇന്ത്യൻ ടീം കളിക്കുന്ന കളിയുടെ ഹൈലൈറ്റ്സ് എവിടെ പോയി കാണാമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ചോദ്യം. സാധാരണ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്ന ക്രിക്കറ്റ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് യൂട്യൂബിൽ തിരഞ്ഞാൽ നമുക്ക് തംബ്നെയിൽസ് കാണാം. ഹൈലൈറ്റ്സ് ഓഫ് ടുഡേയ്സ് മാച്ച്, ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ്, ഫസ്റ്റ് ഡേ, ടെസ്റ്റ് 1 എന്നൊക്കെ ടൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഓപ്പൺ ചെയ്താൽ ഹൈലൈറ്റ്സ് അല്ല, പകരം കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള അന്നത്തെ ആ കളിയുടെ ഒരു ബ്രീഫിംഗ് ആണ് സാധാരണ ആ വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെർച്ച് ചെയ്താൽ ഹൈലൈറ്റ്സ് ഓഫ് ടെസ്റ്റ് 1, ഡേ 1, ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടെന്നും വരാം. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും സാധാരണ യൂട്യൂബ് യൂസർ ആയിരിക്കാം. ഇത് കോപ്പിറൈറ്റ് പ്രകാരം 2 or 3 hours, വിത്തിൻ 2 or 3 hours അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. ആ യൂട്യൂബ് ചാനൽ തന്നെ പിറ്റേ ദിവസം ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്നും വരാം. പക്ഷേ ഒഫീഷ്യലി നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് വാച്ച് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. സാധാരണ ഇന്ത്യൻ ടീം എവേ മാച്ചസ് കളിക്കുമ്പോൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ പോയി കളിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ അന്നത്തെ കളിയുടെ ഹൈലൈറ്റ്സ് രാത്രി യൂട്യൂബിൽ തിരഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് ആ രാജ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിലാണ് ആ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന കളികളുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് എന്ന് പറയുന്നത് BCCIക്ക് ഉള്ളതാണ്. അപ്പോൾ BCCI നിശ്ചയിക്കുന്ന TV ചാനലാണ് ആ കളി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഹൈലൈറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാറ് BCCIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ bcci.tv എന്ന വെബ്സൈറ്റിലാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ iOSലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാണണമെന്ന് താല്പര്യമുള്ളവർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ bcci.tv എന്ന നിങ്ങളുടെ ബ്രൗസറിൽ ബ്രൗസ് ചെയ്താൽ നിങ്ങൾക്ക് അതാത് ദിവസത്തെ ഹൈലൈറ്റ്സും ഇമ്പോർട്ടൻ്റ് വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ലൈവ് മാച്ചാണ് കാണേണ്ടതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിലാണ് ഈ ആപ്പ് ലഭ്യമായിട്ടുള്ളത്. ghd-sports.net എന്ന വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ആ വെബ്സൈറ്റിൽ പോയി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വഴി ലൈവ് മാച്ചസ്, എല്ലാ മാച്ചസും, ഫുട്ബോൾ, ക്രിക്കറ്റ് പോലുള്ള എല്ലാ മാച്ചസും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് മാച്ച് കാണാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി സ്കോർ മാത്രമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ക്രിക്ക് ബസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ അവിടെ സെറ്റിങ്സിൽ പോയി ഏത് മാച്ചിനാണ് നോട്ടിഫിക്കേഷൻ വേണ്ടത് ആ മാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത്, നോട്ടിഫിക്കേഷൻ പ്രിഫറൻസ് ഉണ്ട്, 5 overs, 2 overs, 1 over അതുപോലുള്ള പ്രിഫറൻസ് സെറ്റ് ചെയ്താൽ നിങ്ങൾ സെറ്റ് ചെയ്തതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോട്ട് വരും. ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഗൂഗിളിൻ്റെ സ്വന്തം ലൈവ് സ്കോർ എന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിക്കറ്റ് ലൈവ് സ്കോർ എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അതാത് സമയത്ത് നടക്കുന്ന മാച്ചിൻ്റെ സ്കോർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, പിൻ ലൈവ് സ്കോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പിൻ ലൈവ് സ്കോർ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഹോം പേജിൽ ഈ ഒരു ചെറിയ ഐക്കൺ ലൈവ് സ്കോറായി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ലൈവായിട്ട് കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായി റിഫ്രഷ് ചെയ്യും. ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇതാണ് ഇന്നത്തെ ഇൻഫർമേഷൻ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൂടുതൽ പേര് കാണാറുണ്ട്, പക്ഷേ ആ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തതായി കാണുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.